friends, once again welcome to my video blog AjayTechTips. ഞാൻ Ajay, നിങ്ങളെല്ലാവർക്കും സുപരിചിതൻ. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അതിനൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണണമെങ്കിൽ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ മാത്രം എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. പിന്നെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഞാൻ അതിൽ പറഞ്ഞ നിങ്ങളും നിങ്ങളുടെ പെറ്റ്സിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം അതിൽ ഞാൻ ഡ്യൂഡിന്റെ പൂച്ചേനെ പറ്റിയിട്ടാണ് മെൻഷൻ ചെയ്യുന്നത്. ഡ്യൂഡ് ക്ഷമിക്കുക, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഒന്നും തരരുത്. കാരണം നമ്മൾ പേര് മെൻഷൻ ചെയ്യണതാണല്ലോ. കാരണം പണ്ടൊരു നടി അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പേര് മെൻഷൻ ചെയ്തതിന് ഒരാൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഡ്യൂഡിന്റെ ഇന്നലത്തെ വീഡിയോ, ഞാൻ ഡ്യൂഡിന്റെ കട്ട ഫാനാണ്. ഞാൻ അങ്ങനെ തന്നെ ഞാൻ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ സാലിഹന്റെ കട്ട ഫാൻ തന്നെയാണ്. ഞാൻ അവരുടെ ആദ്യത്തെ വീഡിയോ മുതൽ ഇന്ന് ഇട്ട ലാസിയെ കിട്ടി എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാണ്. ആദ്യം ഞാൻ പറയാം, ഞാൻ സുജിത് ഭക്തൻ ഡ്യൂഡിന്റെ ഒക്കെ സ്ഥിരം വീഡിയോ കാണുന്നത്. അപ്പൊ നമ്മൾ അത് കാണുമ്പോൾ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ വെക്കുന്ന പോലെ അവർ മൊബൈൽ നമ്പർ വെക്കാറില്ല. നിങ്ങൾക്ക് എന്ത് ടെക് പരമായിട്ടുള്ള സംശയം ഉണ്ടെങ്കിലും എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പൊ അത് ഞാൻ ഇതിന്റെ ഇടയിൽ പറയല്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, ഡ്യൂഡ് ഇന്നലെ ഇട്ട വീഡിയോ കണ്ടപ്പോൾ എനിക്കും എൻ്റെ മോൾക്കും അല്ലെ പൊന്നു ഭയങ്കര വിഷമായി. കാരണം അവളെ ഫേസ് കാണിക്കില്ല. കാരണം എന്താ വെച്ചാൽ മെയ്ഡ് ഫോർ കിഡ്സ് ആക്കുന്നുണ്ട്. അപ്പൊ എന്താ പൊന്നിന് ഭയങ്കര സങ്കടമായില്ലേ? ലാസിയെ കാണില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ കണ്ടപ്പോ പൊന്നിന്റെ അനുഭവം എന്തായിരുന്നു ഒന്ന് പറഞ്ഞോ? സൗണ്ട് വന്നോട്ടെ. യെസ്, അതാണ്, അവൾക്ക് അത് ഭയങ്കര സങ്കടമായി. അങ്ങനെ സങ്കടമായി കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചത്? നമുക്ക് എല്ലാവർക്കും ഇന്നലെയൊക്കെ നല്ല ടെൻഷനായി പോയി ആ പൂച്ചനൊക്കെ. അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു, ഡ്യൂഡ് എന്ന് പറഞ്ഞ ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള ചാനൽ തുടങ്ങിയ ഒരു വ്യക്തിയാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ടൈൽ ട്രാക്കറെ കുറിച്ചിട്ട്. അതേപോലെ പ്രമുഖ മറ്റുള്ള യൂട്യൂബേഴ്സ് ജയരാജ് ജി അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ ഒക്കെ ഇവർ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ഒരു ടെൻഷൻ അനുഭവിക്കേണ്ട. അവരുടെ വീട്ടിന്റെ അകത്ത് തന്നെ കബോർഡിൽ ആയിരുന്നു ആ പൂച്ച ഇരുന്നിരുന്നത്. അപ്പൊ എന്താണ് ഈ ടൈൽ ട്രാക്കറുടെ പ്രത്യേകത? അതിന് പല ടൈപ്പ് ടൈൽ ട്രാക്കർ ഉണ്ട്. ഇവർ ലാസിക്ക് നല്ല കോസ്റ്റ്ലി ഫുഡ് വാങ്ങിക്കൊടുക്കുന്നുണ്ട്, കോസ്റ്റ്ലി കൂട് വാങ്ങിക്കൊടുക്കുന്നുണ്ട്, എല്ലാം കളിക്കാൻ ബോള് മറ്റേ ടോയ്സ് ഒക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. ഒരു ടൈൽ ട്രാക്കർ വാങ്ങിക്കൊടുത്തൂടെ? ഈ വെറും 250 രൂപയ്ക്ക് ആമസോണിലുണ്ട്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അത് മുതൽക്ക് പെറ്റ് ടാഗ് ഉണ്ട്. പെറ്റ് ടാഗ് ഇപ്പൊ കുട്ടികളുടെ വല്ലൊക്കെ ഇതിൽ പറയും, പോ പെട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്, എന്താണ് കാർട്ടൂൺ ഉണ്ട്, അതിലൊക്കെ ഉണ്ട് പപ്പ് ടാഗ് എന്ന് പറയും. അതേപോലെ പെറ്റ് ടാഗ് ഉണ്ട്. ഈ ഒരു ടാഗ് എന്ന് പറയാൻ GPS ആൻഡ് വൈഫൈ എനേബിൾ. അതിന്റെ സ്പെസിഫിക്കേഷൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇതൊന്ന് വാങ്ങിയിട്ട് ആ കാറ്റിന്റെ കഴുത്തിൽ ഇട്ട് കൊടുത്താൽ ഈ പൂച്ച എവിടേക്ക് പോയാലും നമ്മുടെ മൊബൈലായിട്ട് പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഈ പൂച്ച ഇപ്പൊ എവിടെയായിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ വീട്ടിലാണെന്ന് വെച്ചാൽ വീട്ടിന്റെ ലൊക്കേഷൻ തന്നെ കാണാം. അപ്പൊ പിന്നെ വീട്ടിൽ തപ്പിയാൽ മതി. പ്ലസ് വീട്ടിലിപ്പോ കാണാണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അലാറം അടുപ്പിക്കാതില്. അപ്പം അതിന്നൊരു റിംഗ് ടോൺ പോലെ സൗണ്ട് വരും. ഞാൻ പറഞ്ഞല്ലോ, മൊബൈലിൽ മിസ്സാവാൻ എന്റെ പണ്ടത്തെ വീഡിയോ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? കോൾ ചെയ്തിട്ട് അത് എവിടെയാ അറിയാൻ പറ്റും. ഇത് അതേപോലെ തന്നെ നമുക്ക് അലാറം അടുപ്പിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ? പൂച്ച തന്നെ ഇപ്പൊ വാൾഡ്രോബിന്റെ മേലെ ഉണ്ട്. ഇപ്പൊ 2 വീട് അപ്പുറത്താണ് പോയത്, അല്ലെങ്കിൽ അപ്പുറത്താണ് പോയത്, അടുത്ത ഏരിയയിലേക്ക് പോയി, അല്ലെങ്കിൽ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്, നമുക്ക് കാണാം. അവരത് ഊരി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ എന്താ, നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ പൂച്ച വാണ്ടർ ചെയ്ത് നടക്കുകയാണെങ്കിൽ നമുക്കത് എവിടെ എത്തി. പൂച്ച മാത്രമല്ല, നായനെപ്പോ തട്ടിക്കൊണ്ടുള്ളൊന്നും നടക്കില്ല. എന്നാലും കള്ളന്മാരുണ്ട്. എന്നാലും ഞാൻ പറയാം, വാണ്ടർ ചെയ്ത് പോവാണെങ്കിൽ അത് എവിടെയുണ്ട്. ഞാൻ പെറ്റിനെ വളർത്തിയിട്ടില്ല. അപ്പൊ അത് പോകുമ്പോഴുള്ള വിഷമം എനിക്ക് കറക്റ്റായിട്ട് അറിയാം. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ്, നമുക്ക് കറക്റ്റായിട്ട് ടൈൽ ട്രാക്കർ. പിന്നെ ഇതിന്റെ വേറെ ഗുണം, നമ്മുടെ പേഴ്സിലോ അല്ലെങ്കിൽ കാറിന്റെ കീച്ചേന്റെ കൂടെ കോർത്തിട്ട് കഴിഞ്ഞാൽ അത് എവിടെയാണ് ഇരിക്കുന്നത് നമ്മൾ മറവിയുള്ള ആൾക്കാരെ കാണാം. അത് എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, ഞാൻ വീണ്ടും പറയുകയാണ്. അപ്പൊ ഞാൻ എന്താ പറഞ്ഞ, ഈ ഒരു കാറ്റിനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. കാരണം ലാസി എന്ന് പറയുന്ന പൂച്ച ഇന്ന് കേരളത്തിന്റെ മൊത്തം ഓമനയാണ്. നല്ല ക്യൂട്ട് പൂച്ചയാണ്. അപ്പൊ അതിനെ കാണില്ല എന്നല്ല പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇത്രയും കോസ്റ്റ് ഡ്യൂഡിന് ലാസിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ടൈൽ ട്രാക്കർ, ഇതിന് 3000-4000 രൂപേന്റെ ഒരു ടൈൽ ട്രാക്കർ ഉണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അതിന്റെ സ്പെസിഫിക്കേഷൻ നോക്കാം. നമുക്കത് മൊബൈലായിട്ട് പെയർ ചെയ്യാം. പിന്നെ GPS ഉണ്ട്, GPS ലിങ്ക്ഡ് ആണ് ആ ടൈൽ ട്രാക്കർ. പിന്നെ എന്താണ്, ബ്ലൂടൂത്ത് ആണ്, വൈഫൈ സപ്പോർട്ടഡ് ആണ്, സിം ഇടാം. അങ്ങനെ ആവുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കോൾ ചെയ്തത് എവിടെയാണ് ഇരിക്കണമെന്ന് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. വളരെ നല്ല കാര്യമല്ലേ? ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്തിട്ട് ഡ്യൂഡിന്റെ അടുത്തേക്ക് എത്തിക്കുക. ഡ്യൂഡിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ലാസിക്ക് വേണ്ടിയിട്ട് ആ ടാഗ് വാങ്ങിയിരിക്കും.
ഉറപ്പാണ് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വാങ്ങും. അങ്ങനെ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം എന്ത് ചെയ്യുക, ഡ്യൂഡിനേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കുക. കാരണം ഡ്യൂഡ് മാത്രമല്ല എല്ലാ പെറ്റുകളെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. ഇതൊരു അപേക്ഷയാണ്. മറ്റൊരു വീഡിയോ നാളെ കാണുന്നവരെ ഗുഡ് ബൈ.